നമസ്കാരം, എല്ലാവർക്കും ഈദ് ആശംസകൾ. ഇത് സൗദി അറേബ്യയിൽ നിന്നാണ്. ഇന്നത്തെ നമ്മുടെ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെയുള്ളത് വളരെ സർപ്രൈസിംഗ് ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. മറ്റാരുമല്ല, ഫെമിനിച്ച് ഫാത്തിമ എന്ന മൂവിയിലൂടെ കേരള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഷംല ഹംസയാണ്. സൗദി അറേബ്യയിലെ ആദ്യത്തെ ഈദല്ലേ, എന്താ എക്സ്പീരിയൻസ്? നല്ലതാണ്. പക്ഷെ ദുബായിൽ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന അത്രയും ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ നല്ലതാണ്. ഫാമിലി എന്ത് പറയുന്നു? എത്ര സൗദി അറേബ്യയിൽ ഇപ്പം ഇവര് വന്നിട്ട് ഒരു 1 വീക്ക് എന്തോ, അപ്പൊ നിങ്ങള് കുറെ 2 മാസമായി. എങ്ങനെയുണ്ട് മാറ്റം? ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു മോളാണ്, ലസിൻജോയ് എന്നാണ് അവളുടെ പേര്. അവൾക്ക് ഇപ്പൊ 2 വയസ്സായി. ഞാൻ കണ്ടിരുന്നു പഴയ ഇന്റർവ്യൂല് മോളെ കുറിച്ച് പറഞ്ഞിരുന്നതൊക്കെ. മോക്ക് 3 മാസം പ്രായം ഉണ്ടപ്പോ വന്നിരുന്ന ഒരു ഓഫർ ആയിരുന്നു ഇത്. അതെ അതെ. ആക്ച്വലി എന്റെ 2ാമത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. എന്റെ ആദ്യത്തെ സിനിമ 1001 നുണകളായിരുന്നു. അത് ദുബായിലായിരുന്നു എന്റെ ഷൂട്ട് മൊത്തം നടന്നത്. അതിന്റെ ഓഡിഷൻ എല്ലാം നടന്നത് ദുബായിലാണ്. അപ്പം ആ സിനിമേന്റെ സ്പോട്ട് എഡിറ്ററാണ് ഫെമിനിച്ചി ഫാത്തിമേന്റെ ഡയറക്ടർ. അങ്ങനെ ആളാണ് എന്നെ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ മോൾക്ക് 3 മാസമായിരുന്നു. എൻ്റെ അടുത്ത് സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും ചെയ്യണം. പക്ഷെ എൻ്റെ മോളൊന്ന് ഭക്ഷണം കഴിക്കണ സമയമാവട്ടെ, അപ്പൊ നമുക്ക് സമാധാനമാണല്ലോ, ആ സമയമാവട്ടെ എന്നാണ് ആളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. അവര് വെയിറ്റ് ചെയ്തു. ദെൻ സിനിമയിലേക്ക് അങ്ങനെ. ഈ സിനിമ ചെയ്യണം എന്നുള്ളത് ചെറുപ്പത്തിൽ നിന്നുള്ളൊരു ആഗ്രഹമാണോ അതോ അത് സഡൻ ആയി വന്ന ഒരു പ്ലാൻ ആണോ? സിനിമ ഞാൻ ആക്ച്വലി സ്വപ്നം കണ്ടിട്ടേ ഇല്ല. സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡ്രീം ഒന്നും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ആർട്ടിസ്റ്റുകളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാട്ട് എഴുതാൻ നല്ല ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് കുറച്ച് സോങ്സ് അല്ലെങ്കിൽ ലിറിക്സ് അങ്ങനെ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. പിന്നെയാണ് എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഡയറക്ടേഴ്സിനോടൊന്ന് മെസ്സേജ് അയച്ചുകൂടാ, സംസാരിച്ചുകൂടാന്നൊക്കെ. അപ്പൊ അന്നത്തെ 2012 സമയത്തൊക്കെ കുറച്ച് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ചെറുതായിട്ട് ആരെങ്കിലും ഒരാൾ റിപ്ലൈ തരുമായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ എഴുതിയ ലിറിക്സ് അയച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, ലൈക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സിനിമയിൽ എനിക്കൊരു ലിറിസിസ്റ്റ് ആയിട്ട് ഒരു ചാൻസ് തരുമെന്ന്. അങ്ങനെ അതുമായിട്ട് പ്രൊഫഷണലി ജോലിക്ക് ജോയിൻ ചെയ്തപ്പം അതുമായിട്ടുള്ള ടച്ച് എല്ലാം പോയി. ദെൻ ദുബായിൽ ഒരു സിനിമേന്റെ ഓഡിഷൻ വന്നു, 1001 നുണകൾ. അപ്പം ഞാനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഡയറക്ടറെ മീറ്റ് ചെയ്യാന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അയാളെ കണ്ട് അയാളോട് ചോദിക്കണം, ഞാൻ ലിറിസിസ്റ്റ് ആണ്, എനിക്ക് സോങ്സ് എഴുതാൻ പറ്റുമോ നിങ്ങളുടെ സിനിമയിലെന്ന്. അപ്പം അവർ ഫസ്റ്റ് ഓഡിഷനെ സെലക്ട് ചെയ്തു. പോയപ്പം അവർ എനിക്കൊരു സീൻ തന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കാനാ പറഞ്ഞത്. അപ്പൊ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടമായി. ദെൻ ആ കഥാപാത്രം, സൽമാൻ എന്ന കഥാപാത്രം മാത്രമാണ് എനിക്ക് അവർ ഓഡിഷനും അതിന്റെ വർക്ക്ഷോപ്പിനും തന്നത് മൊത്തമായിട്ട്. ആക്ച്വലി ഫെമിനിച്ചി ഫാത്തിമയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരിക്കലും 1001 നുണകൾ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ആ സിനിമയിലൂടെയാണ് ഞാൻ ഫെമിനിച്ചി ഫാത്തിമേന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഫാസിൽ മുഹമ്മദിനെ കാണുന്നത്. ആ സിനിമേന്റെ 1001 നുണകളുടെ ഡയറക്ടർ താമറാണ് ഫെമിനിച്ചി ഫാത്തിമേന്റെ കോ പ്രൊഡ്യൂസർ. 1001 നുണകളിൽ എന്റെ കോ ആക്ടറാണ് ഫെമിനിച്ചി ഫാത്തിമേന്റെ കോ പ്രൊഡ്യൂസർ. സോ എപ്പോഴും എനിക്ക് whenever it comes to ഫെമിനിച്ചി ഫാത്തിമ, എനിക്ക് 1001 നുണകൾ is also very much attached to me. എന്താണ് ഏറ്റവും ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം ഫെമിനിച്ചി ഫാത്തിമയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ? ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഞാൻ വരാനെടുത്ത ഡിസിഷൻ, ആ ഒരു മൊമെന്റ്, ലൈക്ക് എൻ്റെ മോൾക്ക് 3 മാസം പ്രായമായപ്പോഴാണ് എന്നോട് ഫാസിൽ ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ അത്രയും നല്ല സ്റ്റോറിയാണ്, നമുക്ക് ഭയങ്കര റിലവൻ്റ് ആയിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു കഥയാണ്, എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ തോന്നിയില്ല. പക്ഷെ എനിക്ക് അപ്പോഴത്തെ എൻ്റെ ഒരു ഏറ്റവും വലിയ കൺസേണും റിസ്ക്കും എൻ്റെ മോളെ ആലോചിച്ചിട്ടായിരുന്നു.
അവള് നാട്ടിൽ അങ്ങനെ കൊണ്ടുപോയാൽ സേഫ് ആവുമോ, ക്ലൈമറ്റ്, പിന്നെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം അവൾക്ക് കംഫർട്ടബിൾ ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളായിട്ട് ഞാൻ പോയി. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അവളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ഞാൻ ഫീഡ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അത് ആ ഒരു ഷൂട്ടിന്റെ സ്കെഡ്യൂൾ മൊത്തം എനിക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ്, മറക്കാൻ പറ്റാത്ത സമയമാണ്. ശരിക്കും പറഞ്ഞ വലിയൊരു ഡിസിഷൻ തന്നെയായിരുന്നു അത്. അതെ അതെ. അത് വരും തലമുറയ്ക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? പലരും ഹെസിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു കുഞ്ഞുള്ളപ്പം നമ്മളിങ്ങനെ ഒരു എന്താ പറയുക സ്റ്റെപ്പ് എടുക്കുക, നമ്മളൊരു റിസ്ക് എടുക്കാൻ റെഡി ആവുക എന്നുള്ളത്. കാരണം ഞാൻ ലേറ്റ്ലി കുറച്ച് ന്യൂസസിലൊക്കെ കേട്ടിരുന്നു, ദീപിക പഡുകോൺ അടക്കം കുട്ടിയുള്ളത് കൊണ്ട് ഭയങ്കര ഹെവി സ്കെഡ്യൂൾ, മാനേജിങ് പ്രശ്നം. അപ്പൊ ഹൗ ഡിഡ് യു മാനേജ്? ഞാൻ എപ്പോഴും ചിന്തിക്കാറ്, നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, അത് എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല ഒരു ഔട്ട്കം. അതായത് ഇപ്പം ഞാൻ ഈ സിനിമ എടുത്തിട്ടില്ലെങ്കിൽ someone else will be there and state award, of course they will be receiving the state award, and ഞാൻ വീട്ടിലിരുന്നിട്ട് അത് ആലോചിച്ച് സങ്കടപ്പെടേണ്ടി വരും. അപ്പോൾ എന്ത് റിസ്ക് ആണെങ്കിലും, എനിക്ക് ഉണ്ടായിരുന്ന സംഭവം എൻ്റെ മോളായിരുന്നു, പക്ഷെ ഐ എം വെരി ഷുവർ ലൈക്ക് എനിക്ക് അവളെ ടേക്ക് കെയർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ പേഴ്സണലി ഞാൻ ആലോചിക്കാറ്, ഇപ്പം നമ്മുടെ മക്കൾ ചെറുതാവുമ്പോഴാണ് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുക. വലുതാവുമ്പം അവരുടെ ഇഷ്ടങ്ങൾ നോക്കി പോവും. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ട് ആ സമയത്ത് നമ്മൾക്ക് സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന സമയത്ത് എന്തുകൊണ്ട് ചെയ്തില്ല, വൈ, അങ്ങനെ ആലോചിക്കില്ലേ? അപ്പം ഇപ്പോൾ ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന മൂവി കുറച്ചുകൂടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പൊ ഈ മൂവി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് എങ്ങനെയാണ് അതിനോടുള്ള റിയാക്ഷൻ, ഫാമിലിയിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും? ഫോർ ഷുവർ രണ്ടും നെഗറ്റീവും പോസിറ്റീവും ക്രിറ്റിസിസംസ് എല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പൊതുവെ എങ്ങനെയാണ്, വാട്ട് ഡു യു ഫീൽ? ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു സിനിമേന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാ അതിപ്പോൾ ആൾക്കാർ എടുക്കുക, അതൊരു പ്രശ്നമാവുമോ? ബിക്കോസ് ഒരു റിലീജിയസ് ആയിട്ടാണ്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടാണ് ആ സ്റ്റോറി പറയുന്നത്. പക്ഷേ അത് റിലവൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് എല്ലാവർക്കും ഒരുപോലെ, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫാസിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധായകൻ എങ്ങനെയാന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് ഏറ്റവും പരിചയമുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ സ്റ്റോറി എല്ലാവരിലേക്കും എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പം ഓഫ് കോഴ്സ് നെഗറ്റീവ് കമൻസ് ഉണ്ടാവും എന്നറിയാം. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സിനിമയാണ്, നന്നായിട്ട് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതങ്ങനെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ദ റിലീസ്, ഫസ്റ്റ് IFFKയിൽ ഫസ്റ്റ് പ്രീമിയർ കഴിഞ്ഞപ്പം നല്ല റിവ്യൂ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര എനർജിയായി. സിനിമ ഇനി തിയേറ്റർ റിലീസ് ആയാലും OTT ആയാലും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ കാണാത്ത ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ OTT റിലീസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ സിനിമ കണ്ട് ഈ യൂട്യൂബ് ചാനൽസിൻ്റെ ഒക്കെ താഴെ പോയിട്ട്, നിങ്ങൾ സിനിമ കാണാതെ വെറുതെ ഒരു റിവ്യൂ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു കിട്ടിയത്, കമ്പയറിങ് വിത്ത് ദ നെഗറ്റീവ് റിവ്യൂസ്. ഇതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തിരുന്നോ? കാരണം ഒരു ടോട്ടലി ഒരു ഓർത്തഡോക്സ് ലുക്ക് അല്ലായിരുന്നു അതിൽ. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ, ആ ഒരു കൾച്ചറിലായിട്ട് ഉള്ളൊരു എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വന്നിരുന്നോ? ഇല്ല, എന്താ വെച്ചാൽ ഈ ഫെമിനിച്ചി ഫാത്തിമയിലെ ഫാത്തിമ എന്ന് പറഞ്ഞ ഉമ്മ ഭയങ്കര ടയേർഡാണ്, എക്സോസ്റ്റഡ് ആണ്, ആൻഡ് 3 മക്കളുടെ ഉമ്മയാണ്, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു, നിരന്തരം റെസ്റ്റ് ഇല്ലാത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയാണ്. ആ സമയത്ത് ഞാൻ പേഴ്സണലി ഷംല ഹംസ എന്ന് പറയുന്ന വ്യക്തിയും ടയേർഡാണ്, എക്സോസ്റ്റഡ് ആണ്. അപ്പം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ സിനിമയ്ക്കും ആ ഒരു വെയിറ്റ്, തടി വെച്ച ആ ഒരു വെയിറ്റ് ഒക്കെ നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ് ഉണ്ടായിരുന്നു. ആ സിനിമേൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു മെത്തയാണ്, അതുമായിട്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കിടക്ക കൊണ്ടുപോകാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു കിടക്കയാണ്. അത് സെറ്റിലേക്ക് കൊണ്ടുവരുന്നത് 3 പേര് ചേർന്നിട്ടാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് കുറേ നേരം നടക്കാനുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. അപ്പം പിന്നെ അതിൻ്റെ സ്ലാങ് ഹാൻഡിൽ ചെയ്യാൻ, ഞാൻ താമസിക്കുന്നത് തൃത്താല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. പൊന്നാനിക്കും തൃശ്ശൂരിനും മലപ്പുറത്തിനൊക്കെ അടുത്താണ്. അപ്പോൾ നമുക്ക് ആ സ്ലാങ് കൈകാര്യം ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫാത്തിമ എന്നുള്ള പറഞ്ഞ കഥാപാത്രം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഉമ്മാനെ. എത്ര ഡ്യൂറേഷൻ എടുത്തു ഈ മൂവി ഷൂട്ട് മൊത്തം? 1 മാസത്തിന്റെ അകത്ത്, 30 ഡേയ്സിന്റെ ഉള്ളിലാണ് എടുത്തത്. പൊന്നാനിയിൽ വെച്ചിട്ടായിരുന്നു. നമ്മൾക്ക് ഒരു വീടിന്റെ അകത്തായിരുന്നു.
ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലമാണ് പൊന്നാനിക്കാര് എന്ന് പറയുമ്പോൾ. ആ വീടിന്റെ അകത്തെ ഉമ്മമാരാണ് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. ലഞ്ചിനൊക്കെ അവരെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് നമുക്ക് തന്നിരുന്നത്. പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ അവരുണ്ടാക്കി കൊണ്ടുതരും. ചില സമയത്തൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന ഭക്ഷണം കഴിഞ്ഞാൽ അവരാണ് എനിക്ക് തരിക. പിന്നെ നല്ലൊരു സ്ഥലമാണ്. ദുബായിന് ഷൂട്ടിന് വേണ്ടി അങ്ങോട്ട് പോവുക ചെയ്തത് അല്ലേ? ഞാൻ ദുബായിലായിരുന്നു. അതെ, ദുബായിലായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഞാൻ സിനിമ കഴിഞ്ഞ് കുറച്ചു ദിവസം പിന്നെ സിനിമേന്റെ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ നിന്നതിന് ശേഷമാണ് തിരിച്ചു വന്നത്. ഈ മൂവി ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സിനിമയ്ക്ക് മെയിനായിട്ട് ഡയറക്ടർക്ക് ഒരു അവാർഡ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു. കാരണം IFFK സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങിയ എല്ലാവരും, ഞങ്ങളെല്ലാവരെയും കൂടെ അപ്പോഴാണ് നമ്മൾ ഇത് എൻജോയ് ചെയ്യുന്നത്, ആളുകളുടെ റെസ്പോൺസൊക്കെ. അപ്പോൾ ആ റെസ്പോൺസ് കണ്ടപ്പം ഞങ്ങളുടെ കോ ആക്ടേഴ്സും എല്ലാവരും പറയുന്നത് ഫാസിലിന് എന്തായാലും അവാർഡ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സിനിമയ്ക്കും നല്ല സിനിമ എന്നോ രണ്ടാമത്തെ സിനിമ എന്നോ അങ്ങനെയൊക്കെ അവാർഡ് ഉണ്ടായിരിക്കും. ആൻഡ് IFFKയിൽ ഞങ്ങൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി. നല്ല രസമായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ അതൊക്കെ സ്വീകരിച്ച് വന്ന ഒരു ഇവൻ്റ് ആയിരുന്നു ഞങ്ങളുടെ സിനിമ വന്ന IFFK. ദെൻ ആഫ്റ്റർ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫെസ്റ്റിവൽസിന് സിനിമ പോയിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ സിനിമ പോയിട്ടുണ്ട്. പോയതിനൊക്കെ നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പത്മരാജൻ അവാർഡ് ഫാസിലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് എന്തായാലും എല്ലാവരും നോക്കിക്കാണുന്ന ഒരു അവാർഡാണ്. സ്റ്റേറ്റ് അവാർഡിന് എന്തായാലും ഫാസിലിന് എന്തെങ്കിലും ഉണ്ടാവുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ എനിക്ക് ചിലരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് എന്തെങ്കിലും ഉണ്ടാവും ഇത്തവണ. പക്ഷെ നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ലല്ലോ, ബിക്കോസ് അത്രയേറെ നല്ല ആക്ടേഴ്സും നല്ല നടിമാരും ഉള്ള ഒരു സ്ഥലത്ത് അറിയില്ലായിരുന്നു. അപ്പൊ ഇതിൽ ഹസ്ബൻഡ് ഒരു ഉസ്താദായിട്ട് ഒക്കെ ആണല്ലോ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള ഒരു കോമ്പിനേഷനും ഇതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും? നിങ്ങളുടെ കോ ആക്ടേഴ്സ്, അതിലെ മക്കള്, എല്ലാരെയും കുറിച്ചൊന്ന് പറയാൻ പറ്റും? കുമാർ സുനിൽ എന്നാണ് എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുടെ പേര്. ഒരുപാട് സിനിമകൾ ചെയ്ത നല്ല അടിപൊളി ആക്ടറാണ്. അപ്പം ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുണ്ട്, കുമാർ സുനിൽ തന്ന ഒരു സപ്പോർട്ട്, അതായത് അത്രയേറെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് കൂടി അദ്ദേഹം തന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷൂട്ടിംഗ് സമയത്തൊക്കെ എന്തും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്തുനിന്ന് ആക്ടിങ്ങിൽ വന്നാൽ അത് പറഞ്ഞു തരണം. അതുപോലെ അദ്ദേഹവും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ലൈക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഷംല പറഞ്ഞു തരണമൊക്കെ. അപ്പം നല്ലൊരു കോംബോ ആയിരുന്നു. ഇത് ഫാസിൽ മുഹമ്മദിന്റെ ഒരു സീരീസ് ഉണ്ട്, ഒരു യൂട്യൂബ് സീരീസ് ഉണ്ട്, ട്യൂഷൻ വീട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സീരീസിൽ ഫാസിലിനെ അറിയുന്ന ആളുകളാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നെയ്ബറായിട്ടുള്ള വിജി വിശ്വനാഥ്, പ്രസീത, അതിൽ എൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള പുഷ്പ ടീച്ചർ, പിന്നെ കുറേ പേര്. അപ്പം പിന്നെ എൻ്റെ മക്കളായിട്ടുള്ള ആ 3 കുട്ടികൾ, അവരെല്ലാം ഫാസിലിന് മുന്നേ അറിയുന്നവരാണ്. പിന്നെ ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആളുകളെ, ഇപ്പം ആ പ്രദേശത്ത് ചുറ്റുമുള്ള ആളുകളെ വരെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു സീനിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഒരു കുട്ടീനെ വേണം, ഒരു പാസിങ്ങിന് ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ നെയ്ബറായിട്ടുള്ള അടുത്തുള്ള കുട്ടികളൊക്കെ വിളിച്ച് കൺവിൻസ് ചെയ്ത് അത് ചെയ്യിക്കും പെട്ടെന്ന്. അതുപോലെ അവിടെ ഒരു മീൻ വിൽക്കുന്ന ആളായിട്ട് വന്നത് അവിടെയുള്ള ആൾ തന്നെയാണ്. അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവ്രി വൺ ഇൻ ദ മൂവി വാസ് നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും. അപ്പൊ ഇതുവരെ നമ്മുടെ സിനിമയിലെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് നമ്മുടെ റിയൽ ഫാമിലിയിലോട്ട് പോകാം. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പം ഹസ്ബൻഡുമായിട്ടും എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എല്ലാവരുടെയും റിയാക്ഷൻ? സ്ക്രിപ്റ്റ് വന്നപ്പം ഞാൻ ആദ്യം ഹസ്ബൻഡിനോട് പറഞ്ഞ്, അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും പ്രൊജക്റ്റ് ചെയ്തിട്ട് പിന്നെ വാട്ട് എവർ ദ ഔട്ട്കം അത് നമ്മൾ റിസീവ് ചെയ്യുക, ഗുഡ് ഓർ ബാഡ്. അപ്പം അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ മോളെ കൊണ്ടുപോവാണെങ്കിൽ മോളെ നന്നായി നോക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. ദെൻ നാട്ടിൽ പോയി. പിന്നെ എൻ്റെ ഉമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആരും അധികം ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നില്ല ആദ്യം. എല്ലാവർക്കും ടെൻഷൻ മോളുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു. ചില സമയത്തൊക്കെ എനിക്ക് ഉമ്മാൻ്റെ നിന്ന് ചീത്ത കേൾക്കും. ഉമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഉമ്മ പറയും, കുട്ടി കരയുന്നുണ്ട്, എന്താ വരാത്തെ, കുറേ നേരമായില്ലേ പോയിട്ട് എന്നൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഫാസിലെല്ലാം അതിനെല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു. പക്ഷേ സിനിമ ഇറങ്ങി റിലീസ് കഴിഞ്ഞ ആളുകളുടെ റെസ്പോൺസ് കിട്ടിയപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ എന്നൊക്കെ.
അപ്പം അങ്ങനെയുള്ള ആ ഒരു സമയത്തെ ടെൻഷൻ, അല്ലാതെ എല്ലാവരും റിജക്ഷൻ അല്ല, അവരുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു ആസ് എ ഫാമിലി എല്ലാരും കൂടെ? ഈ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തെ ഒരു സെലിബ്രേഷൻ? അവാർഡ് കിട്ടിയത് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നപ്പോഴാണ്. അപ്പോൾ എന്നെ ഇവര് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരു 2 പേര് വരും നിങ്ങളുടെ വീട്ടിലേക്ക്, നമുക്കൊന്ന് കവർ ചെയ്യണം, നിങ്ങൾ ഫൈനൽ ലിസ്റ്റിലുണ്ട്. പേപ്പറിലൊക്കെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ പേര്, ആർട്ടിക്കിൾസിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. അപ്പം അവരിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ സങ്കടമാവും എന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ കുറേ ദൂരെ നിന്നാണ് വരുന്നത്, അപ്പം നിങ്ങൾക്ക് അവാർഡാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവർ പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ 2 പേരെ എക്സ്പെക്ട് ചെയ്തെടുത്ത ഒരു 20ന്റെ മേലെ ആളുകൾ വന്നു, ഒരുപാട് കാറ്, ഒരുപാട് ആളുകൾ. അപ്പൊ പിന്നെ ടെൻഷൻ കൂടി, കാരണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള റിഫ്രഷ്മെന്റ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ ദെൻ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു അത് അറിഞ്ഞ സമയത്ത്. ഹസ്ബൻഡിന്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു, എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഒരു ലൈക്ക് ഒരു ഡ്രീം മൊമെന്റ് ആയിരുന്നു അത്. ഞാൻ വീണ്ടും പെരുന്നാളിലേക്ക് വരുവാണ്. ഇപ്പൊ നാട്ടിലും ദുബായിലും ഇപ്പൊ സൗദിയിലും ഇങ്ങനെ 3 സ്ഥലത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു? സൗദിയിൽ ഓഫ് കോഴ്സ് ഡിഫറെൻ്റ് ആണ്. ഐ മീൻ റിയാദിൽ ഞാൻ വന്നിട്ടേ ഉള്ളൂ, വളരെ കുറച്ച് പേരാണ് ഇവിടെ ഉള്ളത്, അവരുമായിട്ടുള്ള ചെറിയൊരു സെലിബ്രേഷൻ. പക്ഷേ ദുബായിലും നാട്ടിലും നന്നായിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിലെന്ന് പറഞ്ഞാൽ ചിലപ്പം കുടുംബ സംഗമം എല്ലാവരും ഉണ്ടാവുന്നത് ഒരു പക്ഷേ പെരുന്നാളിനാണ് മിക്കപ്പോഴും, ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാം. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ആകുമ്പം എല്ലാവരെയും കാണാനായിട്ട് പോകും ചില സമയത്തൊക്കെ. അപ്പം അത് നല്ല സെലിബ്രേഷനാണ് നാട്ടിൽ. ദുബായിലും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഫുജൈറയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായിയും ഫാമിലിയും ഒക്കെ ഫുജൈറയിലാണ്. അപ്പം ഞങ്ങളെല്ലാവരും, ദുബായിലുള്ള എല്ലാവരും, ഷാർജയിലുള്ള എല്ലാവരും, എല്ലാ കുടുംബവും ഫുജൈറയിലേക്കാണ് പോവുക. ഞങ്ങൾ തറവാട് എന്നാണ് പറയാറ്. അവിടെ പോയിട്ട് വളരെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറ്. ദുബായിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് എത്ര കാലമായി? നാട്ടിൽ നിന്ന് ദുബായിൽ നാട്ടിലെന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്? ഞാൻ നാട്ടിൽ 2012 എൻജിനീയറിങ് കഴിഞ്ഞതാണ്. കഴിഞ്ഞിട്ട് ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു എൻജിനീയറിങ് കോളേജുകളിൽ. അത് കഴിഞ്ഞ് ഞാൻ ദുബായിലേക്ക് പുതുതായിട്ട് ജോലി നോക്കി വന്നതാണ്. ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ തന്നെ നോക്കി വന്നേ, പക്ഷെ ഞാൻ എൻ്റെ ഡപ്പിൻ വേറെ ജോബാണ് കിട്ടിയത് ലാസ്റ്റ്. ഇപ്പോൾ ഒരു 14 വർഷത്തോളമായി, 2014 തൊട്ട് ദുബായിലാണുള്ളത്. പിന്നെ ഇപ്പോഴാണ് സൗദിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അപ്പം ഒരുപാട് ജോബുകൾ ചെയ്തിട്ടുണ്ട് അഡ്മിനായിട്ടും. ലാസ്റ്റ് ജോലി ചെയ്തത് മാതൃഭൂമിയിലാണ്, ക്ലബ് FM റേഡിയോന്റെ ബാക്ക് എൻഡിൽ ആണ് വർക്ക് ദുബായില. അതെ അതെ. ഇപ്പൊ എന്തൊക്കെയാണ് പുതിയ സിനിമകൾ ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ പ്ലാൻസ്? ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്കെഡ്യൂൾ ബ്രേക്കിലാണ് ഇപ്പോൾ റിയാദിലേക്ക് വന്നത്. വേറെ സിനിമകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ കരിയർ കണ്ടിന്യൂ ചെയ്യാനാണ്? അതെ, തീർച്ചയായിട്ടും. അപ്പം സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്? അതെ, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പറഞ്ഞിട്ടുള്ളത് എനിക്ക് ദുബായിലാണ് കുറച്ച് ദിവസത്തെ ഷൂട്ടുള്ളത്. അപ്പം വലിയൊരു ബിഗ് ബജറ്റ് സിനിമയാണ്. എന്താണ് റോൾ എന്ന് പറയാൻ പറ്റുമോ? ഒരു ക്യാരക്ടർ റോളാണ്. ഞാനിപ്പം ചെയ്ത 2 സിനിമയും നല്ല തീമുള്ള സിനിമയാണ്, പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ എൻട്രി ആയിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു കൊമേഴ്ഷ്യൽ എൻട്രി ആണ് ഈ സിനിമ. ഒരു നല്ലൊരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള 2 ആക്ടേഴ്സിൻ്റെ കൂടെയാണ്. ഒരുപാട് ആക്ടേഴ്സ് ഉള്ള സിനിമയാണ്. അപ്പം ഈ പറഞ്ഞാൽ ഇത്രയും നന്നായി അഭിനയിക്കുന്നുണ്ട്, കുറേ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്, കുറേ ഫ്യൂച്ചർ മൂവീസ് വരുന്നുണ്ട്. അപ്പം എന്താണ് ബേസ് എന്തെങ്കിലും ഉണ്ടോ? സിനിമയ്ക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മുമ്പ് സിനിമയിൽ ആരുമില്ല. ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പാട്ട് പാടും, ഒപ്പന കളിക്കും, അങ്ങനത്തെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അഭിനയിക്കാൻ എനിക്ക് പേടിയാണ് നാടകത്തിലൊക്കെ. ബിക്കോസ് ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്നതാണ്. നാടകത്തിൽ അങ്ങനെ ലൈവായിട്ട് ഡയലോഗൊക്കെ തെറ്റാണ്ട് പറയാൻ ഒരു ഭയങ്കര കഴിവെന്ന് വേണം, സിനിമ പോലെയല്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഉപ്പ ഒരു പഴയ നാടക നടനാണ്. ഉപ്പ നന്നായിട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. കലാലയം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ദുബായിൽ, ഇവിടെ UAE സമയത്ത് റേഡിയോയിലൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട് ഉപ്പ. എനിക്ക് തോന്നുന്നു ഉപ്പാൻ്റെ ഒരു കഴിവ്. അപ്പൊ ഈ പറഞ്ഞത് വെച്ചാൽ ഉപ്പയുടെ കഴിവാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഉപ്പനെ കുറിച്ച് കൂടുതൽ പറയാം. എങ്ങനത്തെ നാടകങ്ങളായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നേ? ഉപ്പാന്റെ പേര് ഹംസ തൃത്തല എന്നാണ്. ഉപ്പ അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഉപ്പ ചെയ്തിരുന്നത്, ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോസൊക്കെ
പോലീസാണ്, പോലീസ് വേഷങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ സ്റ്റോറീസ് ഒക്കെ ഇപ്പോൾ പറയാറുണ്ട്, പണ്ട് നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ പാടുന്നത് ഫോട്ടോസിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പം മുഹമ്മദ് റാഫി സാറിൻ്റെ സോങ്സ് ആണ് കൂടുതൽ പാടാറ്, ഹിന്ദിയാണ് കൂടുതൽ പാടാറ്. ഇപ്പോഴും പാടാറുണ്ട്. ഇപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാടുന്നത്. അപ്പോൾ ഇപ്പം ആൻജിയോപ്ലാസ്റ്റി ഒക്കെ റീസെൻ്റ്ലി കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പോഴും എവിടെ ഏതൊരു ഇവൻറ്റിന് പോയാലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പ്രോഗ്രാംസിന് വിളിക്കും, അവിടെയൊക്കെ പോയാലും പാടാറൊക്കെ ഉണ്ട്. അപ്പം ഉപ്പയുടെ അഭിനയത്തിന്റെ കഴിവ് കിട്ടിയതുപോലെ പാട്ട് എഴുതാനും പാടാനുള്ള കഴിവ് ഉപ്പയുടെ അടുത്ത് നിന്ന് തന്നെയാണോ കിട്ടിയത്? ആയിരിക്കും. എൻ്റെ ചേച്ചിയും പാടാറൊക്കെ ഉണ്ട്, ഇത്താത്തയൊക്കെ പാടാറ്. എവിടെയെങ്കിലും പാട്ട് പബ്ലിഷ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പാട്ട് എഴുതാനും എല്ലാം ഇഷ്ടമായിരുന്നു. അങ്ങനെ എനിക്ക് സിനിമയിലൊന്നും എൻട്രി കിട്ടാതെ ആയപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ലൈക്ക് പ്രൊഡക്ഷൻ തുടങ്ങി. ഷംല ഹംസ പ്രൊഡക്ഷൻസ് എന്നാണ് എൻ്റെ പേര്. അതിൽ ഞാനൊരു ഷോർട്ട് മൂവി പ്രൊഡ്യൂസ് ചെയ്തു, സാഹിറ എന്ന് പറഞ്ഞിട്ട്. അതിൽ 2 സോങ്സ് എഴുതി അത് ട്യൂൺ ചെയ്തു. നമ്മുടെ സിത്താര ചേച്ചിയാണ് അത് പാടിയിട്ടുള്ളത്, 2 സോങ്സ്. പിന്നെ ഒരു സോങ് ഞാൻ 1001 നുണകൾ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ്. അത് താമറിനൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് സിനിമയിലേക്ക് ആ സോങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താനും വയ്യ. അപ്പം ഞാൻ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ ചാനലിലിട്ടു. അതെൻ്റെ ഫ്രണ്ടാണ് പാടിയിട്ടുള്ളത്, രശ്മി. അത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ ഒരു ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ ഒരു 2 വരി നമുക്കൊന്ന് പാടാമോ? ये क्या बात है आज की चांदनी में कि हम खो गए प्यार की रागनी में. ये बाहों में बाहें, ये बहकी निगाहें, लो आने लगा जिंदगी का मजा. ये रातें, ये मौसम, नदी का किनारा, ये चंचल हवा. Oh my God, എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. അടിപൊളി, വെരി നൈസ്. Oh, thank you. വെരി നൈസ്. I'm glad. ബ്യൂട്ടിഫുൾ വോയിസ്. Thank you. ആ ഒരു പാട്ട് അതുപോലെ തന്നെ പാടി, അടിപൊളി. Thank you so much. ഏതായാലും ഇനി ഭാവിയിൽ ഒരുപാട് സിനിമകളും ഇതുപോലെ പാട്ടുകൾ പാടാനുള്ള വേദികളും എല്ലാം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഷംലയോട് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എക്സ്പെക്ട് ചെയ്തിട്ടില്ല സൗദി അറേബ്യയിൽ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം. എന്താണ് പറയാനുള്ളത്? പെരുന്നാളിന് ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ തരാൻ പറ്റിയതിൽ, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഫെമിനിച്ചി ഫാത്തിമ അക്സെപ്റ്റ് ചെയ്തതുപോലെ 1001 നുണകൾ അക്സെപ്റ്റ് ചെയ്തതുപോലെ വരുന്ന സിനിമകളും അക്സെപ്റ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. തീർച്ചയായിട്ടും കണ്ടതിലും സംസാരിച്ചതിലും എല്ലാത്തിലും ഒരുപാട് സന്തോഷം. വീണ്ടും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.